ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷൻസ് ക്ലാസ് ചെറിയൊരു ബുദ്ധ സ്റ്റോറിയാണ്. ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള മോട്ടിവേഷൻ സ്റ്റോറി കേൾക്കുന്നത് ജീവിതത്തിൽ പല പല പോസിറ്റിവിറ്റി ചിന്തകളെ ഉത്തേജിപ്പിക്കാൻ സഹായകമാകും. ഏതായാലും നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? സോ ആർ യു റെഡി? ഒരു ദിവസം ബുദ്ധനും തൻ്റെ ശിഷ്യന്മാരുമൊപ്പം ഒരു ടൗണിൽ നിന്നും വേറൊരു ടൗണിലേക്ക് പോകുകയായിരുന്നു. അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു തടാകം കടക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ അവർ അവിടെ കുറച്ചു നേരം നിന്നു. അപ്പോൾ ബുദ്ധൻ തൻ്റെ ശിഷ്യനായ ഒരുവനോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാമോ എന്ന്. വെള്ളം കൊണ്ടുവരാൻ പോയ ശിഷ്യൻ കണ്ടതോ അവിടെ കുറച്ചുപേർ തുണി കഴുകുകയും മറ്റു ചിലടത്ത് കുറച്ചുപേർ പൈക്കിളെ കഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഭാഗത്തു നിന്നും ചളിവെള്ളം ഒഴുകി വരുന്നത് ശിഷ്യൻ കണ്ടു. ശിഷ്യൻ ചിന്തിച്ചു, ഈ വെള്ളം താൻ എങ്ങനെയാണ് ബുദ്ധന് കുടിക്കാനായി കൊടുക്കുക? അതുകൊണ്ട് ഈ ശിഷ്യൻ തിരിച്ച് ബുദ്ധന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ ചളിവെള്ളമാണ്, ഇത് കുടിക്കാൻ നല്ലതല്ല. ഇത് കേട്ടപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നമുക്ക് കുറച്ചു നേരം ആ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ അവർ കുറച്ചു നേരം വിശ്രമിക്കാനായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. അങ്ങനെ അവരവിടെ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം ബുദ്ധൻ വീണ്ടും ആ ശിഷ്യനോട് തന്നെ പറഞ്ഞു, ഇനി പോയി വെള്ളം കൊണ്ടുവരൂ എന്ന്. ശിഷ്യൻ പോയി വെള്ളം എടുക്കാൻ നേരം അവിടെ കണ്ടതോ ഇത്തവണ നല്ല വെള്ളമാണ് കണ്ടത്. ചെളികളെല്ലാം താഴേക്ക് അടങ്ങി മുകളിലെ വെള്ളം കുടിക്കാൻ യോഗ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ശിഷ്യൻ ഒരു ചെറിയ കുടത്തിൽ ബുദ്ധനായി വെള്ളം കുടിക്കുവാൻ കൊണ്ടുപോയി കൊടുത്തു. ഇത് കണ്ട ബുദ്ധൻ ശിഷ്യനോട് പറഞ്ഞു, കണ്ടില്ലേ, നീ ആ വെള്ളത്തെ വെറുതെ വിട്ടത് കൊണ്ടാണ് അത് നല്ല വെള്ളമായി മാറിയത് എന്ന്. ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം എന്തെന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ മനസ്സിനെ ശാന്തമായി വിടുക. കാരണം മനസ്സ് ശാന്തമായി ഇരുന്നെങ്കിലേ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് നല്ല തീരുമാനങ്ങളായി മാറുക. നിങ്ങളുടെ മനസ്സ് ശാന്തമല്ലാത്തപ്പോൾ എടുക്കുന്ന ഏതൊരു തീരുമാനവും ചിലപ്പോൾ വേറെ ഏതെങ്കിലും കുഴപ്പത്തിലേക്കാവും ചെന്ന് ചാടിക്കുക. അതിനായി തന്നെ മനസ്സിനെ എപ്പോഴും ശാന്തമായി വയ്ക്കുക. പ്രോബ്ലംസ് ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല. പക്ഷേ ആ പ്രോബ്ലംസിനെയെല്ലാം നമ്മൾ അതിജീവിക്കുക തന്നെ വേണം. അതിനായി തന്നെ ഒരു പ്രോബ്ലം വരുമ്പോൾ എന്താണ് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ കുറച്ചു നേരം നാം ശാന്തമായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് താനേ വഴി തെളിഞ്ഞോളും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.